നെൽകൃഷി നേരിൽ കാണുന്നതിനായി സ്കൂളിലെ ക്ലാസ് മുറിക്ക് പുറത്ത് വയലിലെത്തി കൊടിയത്തൂർ GMUP സ്കൂൾ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളായ കുരുന്നുകൾ. പാഠപുസ്തകത്തിലുള്ള മണ്ണും കൃഷിയും അധ്യായത്തെ അടിസ്ഥാനമാക്കി കൂടുതൽ കാര്യങ്ങൾ നേരിൽ കാണുന്നതിനായാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ കുട്ടികൾ വയലിൽ എത്തിയത്. നെൽകൃഷി നേരിൽ കാണുന്നതിനായാണ് കൊടിയത്തൂർ GMUP സ്കൂൾ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളായ കുരുന്നുകൾ സ്കൂളിലെ ക്ലാസ് മുറിക്ക് പുറത്ത് വയലിലെത്തിയത്. അവരുടെ പാഠപുസ്തകത്തിലുള്ള മണ്ണും കൃഷിയും അധ്യായത്തിനെ അടിസ്ഥാനമാക്കി കൂടുതൽ കാര്യങ്ങൾ നേരിൽ കാണുന്നതിനായാണ് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും നേതൃത്വത്തിൽ കുട്ടികൾ വയലിലെത്തിയത്. കതിരണിഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ അവർക്ക് കൗതുക കാഴ്ചയായി. അതോടൊപ്പം വിവിധ പച്ചക്കറികളും വാഴയും കപ്പയും ഒക്കെ കൃഷി ചെയ്യുന്ന രീതിയും നേരിൽ കണ്ട് മനസ്സിലാക്കാനും കുട്ടികൾക്ക് കഴിഞ്ഞു. നമ്മുടെ പ്രീ പ്രൈമറിയുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് ജനുവരി മാസത്തെ ഒരു തീമാണ് മണ്ണും കൃഷിയും. അപ്പോൾ കുട്ടികൾ മണ്ണും കൃഷിയും എന്ന ആശയത്തെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. നെൽകൃഷി, അതേപോലെ ഇവിടെ കൊടിയത്തൂർ കൃഷി നന്നായിട്ട് കൃഷിയുള്ളൊരു സ്ഥലമാണ്. നെൽകൃഷിയുണ്ട്, പുഴയുടെ ഒരു സാമീപ്യം, അതേപോലെ തന്നെ ഒരുപാട് നെൽവയലുകളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രത്യേകിച്ച് നെൽവയലുകളൊക്കെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു വർത്തമാനകാലത്ത് ഇത്തരം കൃഷിയെക്കുറിച്ചും കുട്ടികളുടെ പ്രധാനപ്പെട്ട ആഹാരം, അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യരുടെ പ്രധാനപ്പെട്ട ആഹാരമായ അരി, നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഭക്ഷ്യാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അരി, അപ്പോൾ അതിനെ നമുക്ക് നേരിട്ട് കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അവാർഡ് നേടിയ PP ഇമ്പിച്ചാലി വിവിധ കൃഷിരീതികളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വിവരിച്ച് നൽകി. 70 തുടങ്ങിയ കൃഷിപ്പണിയാണ്, 1970. അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആരോഗ്യത്തിൻ്റെ കുഴപ്പമില്ല. പലജാതി കൃഷികളുണ്ട്, പടവലുണ്ട്, വെണ്ട, പയർ, വെള്ളരി, എല്ലാ പച്ചക്കറികളുണ്ട്, മത്തന്, ചിരങ്ങ ഒക്കെ ഉണ്ട്. തലമുറയ്ക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതിന് ഒരു വാസനയില്ല, അതാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഉച്ചഭക്ഷണത്തിനുള്ള പച്ചക്കറികൾ നൽകിയാണ് കർഷകർ വിദ്യാർത്ഥികളെ യാത്ര അയച്ചത്. ഹെഡ്മാസ്റ്റർ ഇ. അബ്ദുസലാം, അധ്യാപകരായ K. സാറ, N. സന്ധ്യ, സബ്ന, I. അനിൽകുമാർ, ഇത്താച്ചുമ്മ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം.